ഒരു പ്രാവശ്യങ്ങളുടെ കൃപയാൽ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചു പോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ചിന്തയ്ക്കായിട്ട് എബ്രായലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ 3-ാം അധ്യായം പ്രധാനമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയം ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി ടു മോസസ്. മോശയേക്കാൾ യേശു വലിയവൻ. ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി ടു മോസസ്. മോശയേക്കാൾ കർത്താവായ യേശു വലിയവൻ. അതിൻ്റെ 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ചാട്ട് ആ ഭാഗം അവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നു. യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് നാം കാണുന്നു. അപ്പോൾ യേശു മോശയേക്കാൾ മഹത്വത്തിന് യോഗ്യനാണ്. കർത്താവായ യേശു ക്രിസ്തു പ്രധാനമായിട്ട് ആ 3-ാം അധ്യായത്തെ നമ്മൾ 3 ഭാഗങ്ങളായിത്തിരിക്കുന്നു. ഡിവൈഡ് ഇൻറ്റു 3 3 ഭാഗങ്ങളായിത്തിരിക്കുന്നു. ദ ഫസ്റ്റ് പോർഷൻ 1-ാമത്തെ ഭാഗം ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി ടു മോസസ്. ക്രൈസ്റ്റ് ഈ പറഞ്ഞത് തന്നെ ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി ടു മോസസ്. മോശയേക്കാൾ യേശു വലിയവൻ. ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 1-6. എബ്രായലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം. 2-ാമത്തെ പോർഷൻ കോൺസിക്വൻസസ് ഓഫ് ഇസ്രയേൽസ് അൺബിലീഫ്. ഇസ്രയേൽ മക്കളുടെ അവിശ്വാസത്തിൻ്റെ പരിണിത ഫലം. കോൺസിക്വൻസസ് ഓഫ് ഇസ്രയേൽസ് അൺബിലീഫ്. ഇസ്രയേൽ മക്കളുടെ അവിശ്വാസത്തിൻ്റെ പരിണിത ഫലം. ചാപ്റ്റർ 3 വേഴ്സ് 7-11 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 3-ാമത്തെ പോർഷൻ വാർണിംഗ് അഗൈൻസ്റ്റ് ദി അൺബിലീഫ്. അവിശ്വാസത്തിന് എതിരായ മുന്നറിയിപ്പ്. ദ വാർണിംഗ് അഗൈൻസ്റ്റ് അൺബിലീഫ്. അവിശ്വാസത്തിനെതിരായിട്ടുള്ള മുന്നറിയിപ്പ്. വേഴ്സ് 12-19 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. വേഴ്സ് 12-19 പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ച വേർഡ് ഒന്ന് മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ 1-ാം അധ്യായത്തിൽ പഠിച്ചത് കർത്താവായ യേശു ആദ്യമായിട്ട് ആരെക്കാൾ വലിയവൻ. അതാണോ? അത് തന്നെയാണോ പഠിച്ചത്? ദ ഫസ്റ്റ് വൺ. കർത്താവായ യേശു ക്രിസ്തു ആരെക്കാൾ വലിയവൻ. പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ യേശു വലിയവൻ. അതാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പഠിപ്പിച്ചത്. 4-ാമത്തെ വാക്യം മുതൽ നമ്മളെ പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തു ആരെക്കാൾ വലിയവൻ, ദൂതന്മാരെക്കാൾ വലിയവൻ. അപ്പോൾ എന്നിട്ട് ഈ 2-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. കർത്താവായ യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവൻ. പ്രധാനമായിട്ട് നമ്മൾ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ 3 വലിയ പ്രിവിലേജസ്, 3 ഗ്രേറ്റ് പ്രിവിലേജ്. എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ വേർഡ് പറയുവാൻ കാരണമായി തീർന്നു? 1-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ടു. ചാപ്റ്റർ 3 വേഴ്സ് 1 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എബ്രായ വിശ്വാസികളോട്, യഹൂദന്മാരായ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ തുടർന്ന് ചെയ്യുവാൻ പോകുന്നത് ഒരു ക്ലോസ് ലുക്ക് അറ്റ് ജീസസ്. കർത്താവായ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ച് കാണുവാൻ പോകുകയാണ്. എന്തുകൊണ്ട് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ പറയുന്നു? അതിൻ്റെ കാരണം ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് യേശു മോശയേക്കാൾ വലിയവൻ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ മോശയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. അബ്രഹാം ഇസ്രായേൽ മക്കൾക്ക് വളരെ വിലപ്പെട്ടവനാണ്. കാരണം അവർക്ക് നിലനിൽപ്പ് തന്നെ അബ്രഹാമാണ്. പിതാവ് ആരും ചോദിച്ചാൽ അവരെല്ലാവരും ഒരുപോലെ പറയും, ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ്. എന്നാൽ അബ്രഹാമിന് ഇസ്രായേൽ മക്കൾക്കുള്ള സ്ഥാനം പോലെ തന്നെ മോശയ്ക്ക് ഒരു വലിയ പദവി ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലുണ്ട്. കാരണം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ന്യായപ്രമാണം ലഭിക്കുവാൻ തക്കവണ്ണം കാരണമായിരുന്നത് മോശ മുഖാന്തരമായിട്ടാണ്. അപ്പോൾ മോശയെ ഹൈലി പ്രിവിലേജ്ഡ് ആണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങൾ യേശുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. കാരണം അവർ ഇതുവരെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ യേശു വലിയവനെന്ന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ചില പ്രത്യേകതകളെയാണ് അവിടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ 3 പ്രിവിലേജസ്.
Jewish people have three privileges. മൂന്ന് പ്രധാനപ്പെട്ട privilege. The first one, they are the keepers of the law. ന്യായപ്രമാണത്തിന്റെ സൂക്ഷിപ്പുകാരായിരുന്നു യഹൂദന്മാർ. നോട്ട് ചെയ്താട്ട്, ന്യായപ്രമാണത്തിന്റെ സൂക്ഷിപ്പുകാർ. They are the keepers of the law. ന്യായപ്രമാണത്തെ സൂക്ഷിപ്പുകാരായിരുന്നു യഹൂദന്മാർ. Romans chapter 3 verse 1. Romans 3:1. റോമലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ശബ്ദമുയർത്തി ആരും കൂടെ വായിച്ചാട്ടെ. Romans 3:1. എന്നാൽ യഹൂദന് എന്ത് വിശേഷത? അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെയുണ്ട്. അപ്പോൾ യഹൂദന് പ്രശംസിക്കുവാനായിട്ട് പലതുമുണ്ട്. എന്താണത്? വായിരു താഴോട്ട്. ഒന്നാമത്, ദ ഫസ്റ്റ് തിങ്, ഒന്നാമത് യഹൂദന് യോഗ്യത വന്നത്, വിശേഷതയുള്ളത് അഥവാ പ്രത്യേകതയുള്ളത്. ഒന്നാമത് എന്ത് സംഭവിച്ചിരിക്കുന്നു? ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവൻ്റെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ റോമലേഖനം നമ്മൾ പഠിച്ചപ്പോൾ ഈ പ്രത്യേകമായിരിക്കുന്ന വാക്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചത് കൊണ്ട് ആ ഭാഗം ഞാൻ അങ്ങ് വിടുകയാണ്. അപ്പോൾ റോമലേഖനം 3-ാം അധ്യായം പ്രകാരം പറയുന്നു, യഹൂദന്മാരുടെ ഒന്നാമത്തെ പ്രിവിലേജ്, ഒന്നാമത്തെ പ്രത്യേകതയാണ് മറ്റ് ലോക ജനത്തിന് ഇല്ലാത്തതായിരിക്കുന്ന 3 പ്രത്യേകത. ശ്രദ്ധിച്ചോണം ഞാൻ പറയുന്ന വേർഡ്. മറ്റ് ലോക ജനങ്ങൾക്കില്ലാത്ത 3 പ്രത്യേകതയാണ് യഹൂദന്മാർക്കുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ് യഹൂദന്റെ പക്കൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പരമേൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, വേറൊരു ജാതിക്ക് ഈ ഒരു പദവി ലഭിച്ചിട്ടില്ല, വേറൊരു ദേശത്തിന് ഈ ഒരു പദവി ലഭിച്ചിട്ടില്ല. സർവശക്തനായിരിക്കും ദൈവം, അഖിലാണ്ടങ്ങളെ നിർമ്മിച്ചവനായിരിക്കും ദൈവം, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ കരങ്ങൾ പരമേൽപ്പിച്ചു എന്നുള്ളത് ലോകത്തിലെ സകല ജനങ്ങളെക്കാൾ അവരെ ഉന്നതമായിരിക്കുന്ന ഒരു നിലവാരത്തിൽ നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് അവരുടെ പ്രിവിലേജ് ആണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്യം, they are the keepers of the law. Romans 3:1. അതിന് ഡാഷ് കൊടുത്ത് ഒന്നുകൂടെ എഴുതിയാട്ട്, the law was received by Moses. മോശ മുഖാന്തരം ന്യായപ്രമാണം ലഭിക്കുവാനായിട്ട് കാരണമായി തീർന്നു. അപ്പോൾ ഒന്നാമത് യഹൂദന്റെ പദവിയാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം, അരുളപ്പാടുകൾ അവരുടെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അതിന് ആരായിരുന്നു കാരണം? മോശയാണ് അതിന് കാരണമായിരിക്കുന്നത്. രണ്ടാമത്തെ അവരുടെ പ്രിവിലേജ്, ഇൻഹെറിറ്റൻസ് ഓഫ് ദ പ്രോമിസ്ഡ് ലാൻഡ്. ഇൻഹെറിറ്റൻസ് ഓഫ് ദ പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്ത ദേശത്തിൻ്റെ അവകാശം. വാഗ്ദത്ത ദേശത്തിൻ്റെ അവകാശം. ജോഷുവ ചാപ്റ്റർ 1. ഹോൾ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. ബട്ട് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി മാത്രം ആ 4th വേഴ്സ്, 4-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇത് നിങ്ങളുടെ അതിരായിരിക്കണം, ഞാനത് നിങ്ങൾക്ക് തന്നിക്ക്. സർവശക്തനായിരിക്കും ദൈവം. നിങ്ങൾ ശ്രദ്ധിക്കണം, മറ്റ് ഒരു ജനത്തിനും ഇല്ലാത്തതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന പദവിയാണ്. ഒരു കൂട്ടം ജനം അവിടെ താമസിച്ചുകൊണ്ടിരുന്നവരെ അവിടുന്ന് ദൈവം പറിച്ചു മാറ്റി ദൈവം തൻ്റെ ജനത്തിന് വാഗ്ദത്ത ദേശം കൊടുത്തു. ദൈവം ഡയറക്റ്റായിട്ട് അവർക്ക് ദേശം അളന്നു കൊടുത്തു. അപ്പോൾ ഇവരുടെ രണ്ടാമത്തെ പ്രിവിലേജ്, അവർ ഇൻഹെറിറ്റൻസ് ഓഫ് ദ പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്തം ലഭിച്ച സ്ഥലത്തിൻ്റെ അവകാശം അവർ പ്രാപിച്ചു. ജോഷുവ 1:4. അതിന് ഒരു ഡാഷ് കൊടുത്തെന്ന് എഴുതിയാട്ടോ, ജോഷുവ ക്യാപ്ചർഡ് ഇറ്റ്. ജോഷുവ അത് പിടിച്ചെടുക്കുവാനായിട്ടിടയായിത്തീർന്നു. ജോഷുവ അത് നേടിയെടുക്കുവാനായിട്ടിടയായിത്തീർന്നു. മൂന്നാമത്തെ അവരുടെ പ്രിവിലേജ്, തേർഡ് പ്രിവിലേജ്, ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ലിവൈറ്റ്സ്, ലേവിയ പൗരോഹിത്യം. ലേവിയ പൗരോഹിത്യം മൂന്നാമത്തെ യഹൂദന്മാരുടെ പ്രാധാന്യത മറ്റുള്ളവരെക്കാൾ വിശിഷ്ടനായിട്ട് വിളങ്ങുന്നതിൻ്റെ കാരണം ഇവ ലേവിയ പൗരോഹിത്യം. ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ലിവൈറ്റ്സ്. എക്സോഡസ് ചാപ്റ്റർ 28 verse 1. Exodus chapter 28 verse 1. സ്വർഗത്തിലെ ദൈവം പുരോഹിതന്മാരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഒരു തെരഞ്ഞെടുപ്പ്. ഈ 3 കാര്യങ്ങൾ കൊണ്ട് ഈ 3 പേരും യഹൂദന്മാർക്ക് വലിയവരാണ്.
എൻ്റെ ഭാഗം ശ്രദ്ധിക്കണം. അവരുടെ 3 പ്രിവിലേജസ് ആണ് നമ്മൾ കണ്ടത്. ഈ 3 പ്രിവിലേജസ് ലഭിക്കുവാനുള്ള കാരണം 3 വ്യക്തികളാണ്. ഒന്ന്, ദൈവമാണത് കൊടുത്തെങ്കിലും ദൈവത്തിൻ്റെ അരുളപ്പാട് മോശ മുഖാന്തരമായിട്ട് ലഭ്യമായി, അതുകൊണ്ട് അവർക്ക് മോശ വലിയവൻ. 2, വാഗ്ദത്ത നാട് യോശുവ മുഖാന്തരമായിട്ട് അവർ നേടിയെടുത്തു, അതുകൊണ്ട് യോശുവ അവർക്ക് വലിയവൻ. 3, അവർക്ക് ലഭിച്ചതായിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ, അത് അഹരോൻ ഡാഷ് കൊടുത്തിട്ട് എഴുതിയാട്ട് ഏരൻസ് പ്രീസ്റ്റ്ഹുഡ്, അഹരോന്യ പൗരോഹിത്യം. അഹരോന്യ പൗരോഹിത്യം. അപ്പോൾ യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട യോഗ്യത മറ്റുള്ളവരെക്കാൾ വിശിഷ്ടരായിട്ട് വിളങ്ങുവാനുള്ള 3 കാരണങ്ങളാണ് നമ്മൾ കണ്ടത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ യേശു ഈ 3 പേരെക്കാൾ വലിയവനെന്ന് വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുവേൻ. അപ്പോൾ ഒന്ന് സൂക്ഷ്മതയോടുകൂടെ പരീക്ഷിക്കുവാനും നോക്കുവാനായിട്ട് പറഞ്ഞൊരു കാരണം, ഇതുവരെ നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതെന്ന് നിങ്ങൾ പറയുന്നതായിരിക്കുന്ന മോശയേക്കാൾ, യോശുവേക്കാൾ, അഹരോനേക്കാൾ കർത്താവായ യേശു വലിയവൻ. അപ്പോൾ ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ കർത്താവ് അപ്പോസ്തലനായ പൗലോസ് ചെയ്തതായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മോശ ഇസ്രായേൽ മക്കൾക്ക് ഒരു വലിയ ഒരു പ്രാധാന്യപ്പെട്ട വ്യക്തിയായിരുന്നു, അഥവാ തങ്ങൾക്ക് വലിയ ഒരു പ്രിവിലേജ് ആയിട്ട് അവർക്ക് മോശയെ കാണുവാനിടയായിത്തീർന്നു. യോഹന്നാന്റെ പുസ്തകം, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 28-29 വാക്യം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 9 വേഴ്സ് 28 and 29. 28-29 വാക്യം. നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. ശ്രദ്ധിക്കണം ആ ഭാഗം. ഇവർക്ക് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. യേശുക്രിസ്തു അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ധൈര്യമായിട്ട് പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ആരുടെ ശിഷ്യന്മാരാ? മോശയുടെ. കാരണം ഇത്രത്തോളം അവർ മോശയെ വിലമതിക്കുവാൻ കാരണമുണ്ട്. നമ്മൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ദൈവം മോശയ്ക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ദൈവത്തിൻ്റെ ഗ്രഹത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, മോശയെ പോലെ ഒരു ലീഡർഷിപ്പിന് അഭിമുഖീകരിക്കേണ്ടതായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഇന്ന് ലോകത്തിനാക്കുന്നതിനെ കാണത്തില്ല. കാരണം അത്രമാത്രം പ്രയാസകരമായിരിക്കുന്ന ഒരു പൊസിഷൻ കൂടെ മോശ കടന്നുപോയി. എങ്കിലും ഈ ഒരൊറ്റ പ്രശ്നത്തിലും ഒരു പ്രാവശ്യമല്ലാതെ മോശ ഒരു പാപം ചെയ്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, തൻ്റെ വാഗുണ്ടോ തൻ്റെ പ്രവൃത്തി കൊണ്ടോ എന്നും ഒരൊറ്റ കാര്യത്തിലല്ലാതെ മോശ ഒരു പാപം ചെയ്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 40 വർഷക്കാലത്തെ കൊട്ടാരത്തിലെ തൻ്റെ ജീവിതം, ആ കൊട്ടാരത്തിലെ തൻ്റെ ജീവിതത്തിൽ തന്നെ ദൈവത്തിൻ്റെ പൈതൽ എന്നുള്ളത് മോശ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെക്കാൾ നമ്മൾ ചിന്തിക്കും, കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടെ ചേർന്ന് കഷ്ടം അനുഭവിക്കുന്നത് മോശ തെരഞ്ഞെടുത്തു, ഈവൻ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ. 2, അവിടെ വെച്ച് അവസാനിച്ചില്ല. തുടർന്നുള്ള 40 വർഷത്തെ തൻ്റെ മരുഭൂപ്രയാണം ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നിരുന്നെങ്കിൽ തന്നെയും ദൈവത്തോട് ഒരു ബന്ധമുള്ളവനായി മോശ ജീവിച്ചു. തൻ്റെ വിളി തനിക്ക് നല്ല രീതിയിൽ തനിക്ക് ഓർമ്മയുണ്ട്. ആ വിളിക്കനുസരണമായിട്ട് താൻ മുൻപോട്ട് കടന്നുപോയി. 80-ാമത്തെ വയസ്സിൽ ദൈവത്തിന് വിളി കേട്ട് മോശ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം ചില പറ്റത്തില്ല എന്നുള്ള വാക്കുകൾ പറഞ്ഞെങ്കിലും തുടർന്നുള്ള 40 വർഷക്കാലത്തിലെ മരുഭൂമിയിലെ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം പോലും, ഒരു പ്രാവശ്യമല്ലാതെ മറ്റൊരു പ്രാവശ്യം പോലും മോശ അവിശ്വസ്തനായിരുന്നില്ല. ദൈവം മോശയോട് പറഞ്ഞ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞ പാറയെ അടിച്ച സമയമല്ലാതെ ബാക്കി ഒരൊറ്റ സന്ദർഭത്തിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം, പല സന്ദർഭത്തിൽ തൻ്റെ മാനുഷികത വെളിപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഒത്തിരി മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആൾക്കാർ തന്നെ കല്ലെറിയുവാനായിട്ട് ആഗ്രഹിച്ചു, തന്നെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചു, തൻ്റെ നേരെ ദൂഷണം പറയുവാനിടയായിത്തീർന്നു, തന്നെ അനുമോദിക്കുവാനിടയായി. ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ഒരൊറ്റ
പ്രാവശ്യം പോലും അതിൻ്റെ പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും മോശ പാപം ചെയ്യുവാനിടയായില്ല. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. നിങ്ങൾക്കറിയാം, ഹിസ്കിയ രാജാവിന് ദൈവം കൊടുത്ത പോസിറ്റീവ് ഒരു അനുഭവത്തിൽ ഹിസ്കിയാവ് പാപം ചെയ്യുവാനിടയായി തീർന്നു. പലപ്പോഴും നെഗറ്റീവായിരിക്കുന്ന ആസ്പെക്റ്റിലാണോ നമ്മൾ പാപം ചെയ്യുന്നത്? പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുവാൻ സാധിക്കാതെ നമ്മൾ പാപം ചെയ്യും. എന്നാൽ എല്ലാം സുഖമായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല? പാപം കൂടുതലായിട്ട് ചെയ്യുക. എന്നാൽ അതേ സ്ഥാനത്ത് ദൈവം ഒരു അനുഗ്രഹം കൊടുത്ത സമയത്താണ് ഹിസ്കിയാവ് പാപം ചെയ്യുവാനായിട്ടിടയായി. നിങ്ങൾക്കറിയാം എന്താണെന്ന്? ഈ ബാബേലിലെ ആൾക്കാരെ വിളിച്ച് തൻ്റെ ഭണ്ഡാരം മുഴുവൻ കാണിക്കുവാനിട ഒറ്റ കാര്യം, തനിക്ക് ലഭിച്ചായിരിക്കുന്ന ഒരു മറ്റുള്ളവർ തന്നെ പ്രശംസിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ, അനുമോദിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ അതിൽ പുള്ളി ഓവർ എക്സൈറ്റഡ് ആയി താൻ പാപം ചെയ്യുവാനായിട്ടിടയായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, മോശയുടെ ജീവിതത്തിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആയിരിക്കുന്ന പല സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടും ഒരൊറ്റ സ്ഥാനത്ത് പോലും മോശ പാപം ചെയ്തില്ല എന്നുള്ളതാണ് മോശയെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കുവാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒറ്റ കാര്യത്തിൽ മാത്രമാണോ ദൈവം മോശയോട് കോപിച്ചത്? അതുകൊണ്ടാണ് വാഗ്ദത്ത കനാൻ നാട് കാണാതിരിക്കുവാൻ കാരണമായി തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 40 വർഷം എന്തെല്ലാം പാപം ചെയ്യാമായിരുന്നു. ദൈവം തന്നെ അഹരോനോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ഗ്രഹത്തിൽ ഞാൻ പണ്ട് പ്രവാചകന്മാർക്ക് ഞാൻ ഉത്തരം അയക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവരോടൊക്കെ സംസാരിക്കുന്ന സ്വപ്നത്തിലും ദർശനത്തിലുമാണ് ഞാൻ സംസാരിക്കുക. എന്നാൽ എൻ്റെ ദാസനായ മോശയോ അങ്ങനെ അല്ല, അവനോട് ഞാൻ നേരെ സംസാരിക്കുക. ദാറ്റ് മീൻസ് ദൈവം ഇതുവരെ സംസാരിച്ചതിലൊക്കെ ഒരു കട്ടനിട്ടാ സംസാരിച്ചത്. ദൈവത്തിന്റെ തേജസ് മനുഷ്യൻ കാണുവാൻ സാധിക്കാതെ, തേജസ്സിലേക്ക് മനുഷ്യൻ അടുക്കുവാൻ സാധിക്കാതെ ദൈവം തന്നെ ഒരു കട്ടനിട്ട് ദൈവം അവരോട് ഇടപെട്ടു. ദൈവം സംസാരിച്ചില്ലെന്നല്ല, അതിന് ദൈവം കണ്ടൊരു മാർഗമാണ് ഒന്നുകിൽ ദർശനങ്ങളോ അല്ലെങ്കിൽ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ ദൈവാത്മാവോ നമ്മുടെ ഉള്ളത്തിൽ കൂടെ പ്രേരണ തന്നോ സംസാരിക്കുന്നത്. എന്നാൽ മോശയുടെ ജീവിതത്തിലെ കുറിച്ച് നോക്കുമ്പോൾ അതല്ല. മോശയോട് ദൈവം വ്യക്തമായിട്ട് സംസാരിച്ചു, മുഖാമുഖമായിട്ട് ദൈവം സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ ആ ഫുൾനെസ് ഓഫ് ഗ്ലോറിയിൽ സംസാരിച്ചെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എങ്കിലും മറ്റുള്ളവർക്ക് ആർക്കും ലഭിക്കാതിരുന്ന ഒരു പദവിയാണ് മോശയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് മോശ എന്ന് പറയുന്ന ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് വാസ്തവത്തിൽ പ്രശംസിക്കുവാൻ കഴിയുന്ന ഒരു പാത്രമാണ്. അതുകൊണ്ടത് ഞങ്ങൾ ആരുടെ ദാസന്മാർ? മോശയുടെ ദാസന്മാർ, ഹൈലി പ്രിവിലേജ്. അപ്പോൾ മോശയെ അവർ അത്രമാത്രം മാനിച്ചിരുന്നു, അത്രമാത്രം അവർ ബഹുമാനം കൊടുത്തിരുന്നു. ഒരു വാക്യം കൂടെ, നമ്പേഴ്സ് ചാപ്റ്റർ 6 വേഴ്സ് 6 and 12, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 6-7 വാക്യം. നമ്മൾ ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട് ഇപ്പം നമ്മൾ പറഞ്ഞത്. നമ്പേഴ്സ് ചാപ്റ്റർ 12 വേഴ്സ് 6 and 7. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. പ്രൈസ് ഗാഡ്. സ്വർഗത്തിലെ ദൈവം സാക്ഷിക്കുന്ന ഒരു സാക്ഷ്യപത്രമാണ്. അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും എന്തായിരിക്കുന്നു? വിശ്വസ്തനായിരിക്കുന്നു. നമ്മൾ എത്ര അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മുടെ ലൈഫുമായിട്ട് അതൊന്ന് പൊരുത്തപ്പെടുമോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ കാണുന്ന മുഴുവൻ വീക്ക്നെസ് മാത്രമാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ മറ്റുള്ളവരൊരു പക്ഷെങ്കിൽ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാലും അവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീക്ക്നെസ് കാണുവാൻ സാധിക്കും. എന്താ അതിൻ്റെ കാരണമെന്നാ? പലപ്പോഴും നമ്മുടെ അവിശ്വസ്തത. ആ സമയത്ത് ആ സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ടതായിരിക്കുന്ന, അതിനുവേണ്ടി കൊടുക്കേണ്ട വാല്യൂ പലപ്പോഴും നമ്മൾ കൊടുക്കാതിരിക്കുന്നത് അതൊരു കാരണമായിരിക്കുന്നു. എന്നാൽ മോശ അവിശ്വസ്തനായിരുന്ന നല്ല ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് തൻ്റെ ഗ്രഹത്തിലൊക്കെയും മോശ വിശ്വസ്തനാകുന്നു. അത്രമാത്രം മാനിക്കപ്പെട്ട ഒരു വ്യക്തിയെ മുൻപിൽ ഇസ്രായേൽ മക്കൾ കാണുമ്പോൾ അവരോടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ മോശയെ ഒരു വിശ്വസ്തനായിട്ട് കാണുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്ക. യേശു അവനേക്കാൾ വിശ്വസ്തനാണ്. ഏത് കാര്യത്തിൽ വിശ്വസ്തനാണ്? വായിച്ചാട്ട് നമ്മൾ തുടർന്ന് ഒന്ന് ചിന്തിക്കുവാൻ പോകുന്നത്, നിങ്ങൾ സബ് ഹെഡിങ് എടുത്താട്ട് ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി ടു മോസസ് വേഴ്സ് 1 to 6. നമ്മൾ അതിനെ 3 ഭാഗങ്ങളായിട്ട് വീണ്ടും തിരിക്കുവാൻ പോകുന്നു. ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി ടു മോസസ്. നമ്മൾ ഇന്ന് തൊട്ട് ചിന്തിക്കുവാൻ പോകുന്നത് 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. അതിനെ വീണ്ടും 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ, ദ ഫസ്റ്റ് പാർട്ട്,
ദ ക്രിസ്ത്യൻസ് കോളിംഗ്, ക്രിസ്തീയ വിളിയും, ആൻഡ് ഇറ്റ്സ് സോഴ്സ് ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് ഇറ്റ്സ് സോഴ്സ്, ഒരു ഡാഷ് കൊടുത്തിട്ട് ഒരു കോമ കൊടുത്തിട്ട് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തീയ വിളി, അതിൻ്റെ കാരണഭൂതൻ കർത്താവായ യേശു. വേഴ്സ് 1 and 2, 1-2 വാക്യം, രണ്ടാമത്തെ ഭാഗം. Christ is superior to Moses. Christ is superior to Moses in his work. തൻ്റെ പ്രവൃത്തിയിൽ യേശു മോശയേക്കാൾ വലിയവൻ. തൻ്റെ പ്രവൃത്തിയിൽ യേശു മോശയേക്കാൾ വലിയവൻ. വേഴ്സ് 3 and 4, 3-4 വാക്യം. 3, Christ is superior to Moses. Christ is superior to Moses in his person. അവൻ്റെ ആളത്വത്തിൽ മോശയേക്കാൾ യേശു വലിയവൻ. ആളത്വത്തിൽ അല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ യേശു മോശയേക്കാൾ വലിയവൻ. വേഴ്സ് 5 and 6, 5-6 വാക്യം. ഓക്കെ, 1 മുതൽ 6 വരെയുള്ള വാക്യം ക്രൈസ്റ്റ് ഈസ് സുപ്പീരിയർ ടു മോസസ് എന്നുള്ള ഭാഗത്തു നിന്നുകൊണ്ട് നമ്മളതിനെ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചു. അതിൻ്റെ 3 ഭാഗം, ദ ഫസ്റ്റ് പാർട്ട് എ ക്രിസ്ത്യൻ കോളിംഗ് ആൻഡ് ഇറ്റ്സ് സോഴ്സ് ജീസസ് ക്രൈസ്റ്റ്. 2, ക്രൈസ്റ്റ് ഈസ് സുപ്പീരിയർ ടു മോസസ് ഇൻ ഹിസ് വർക്ക്. തൻ്റെ പ്രവൃത്തിയിൽ യേശു മോശയേക്കാൾ വലിയവൻ. 3, ക്രൈസ്റ്റ് ഈസ് സുപ്പീരിയർ ടു മോസസ് ഇൻ ഹിസ് പേഴ്സൺ. തൻ്റെ ആളത്വത്തിൽ യേശു മോശയേക്കാൾ വലിയവൻ. ദ ഫസ്റ്റ് പോർഷൻ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നു ഇന്ന്. ക്രൈസ്റ്റ്, നിങ്ങൾ അത് നോട്ട് ചെയ്താട്ട്, ദ ക്രിസ്ത്യൻ കോളിംഗ് ആൻഡ് ഇറ്റ്സ് സോഴ്സ് ജീസസ് ക്രൈസ്റ്റ്. ദ ക്രിസ്ത്യൻ കോളിംഗ് ആൻഡ് ഇറ്റ്സ് സോഴ്സ്, അതാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ഹെഡിങ് ഇന്ന് തൊട്ട്. ദ ക്രിസ്ത്യൻ കോളിംഗ് ആൻഡ് ഇറ്റ്സ് സോഴ്സ് ജീസസ് ക്രൈസ്റ്റ്. അതിന് ആധാരമാണ് നമ്മൾ എടുക്കുന്നത് 1 and 2, വേഴ്സ് 1 and 2, 1-2 വാക്യം. അതുകൊണ്ട് ഇനിയും ശബ്ദമെത്തി ആരും ഒരാൾ 1-2 വാക്യം വായിച്ചാട്ട്. ആ പ്രൈസ് ഗാഡ്. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം അതുകൊണ്ട്, ഏതുകൊണ്ട്, അതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നു കർത്താവായ യേശു നമ്മെ എന്ത് ചെയ്യുവാൻ ശക്തനാണ്? നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് ആ യേശു പൂർണ്ണമായി രക്ഷിപ്പാൻ ശക്തനായതുകൊണ്ട് പൗലോസ് പറയുകയാണ് അതുകൊണ്ട്, പിന്നെ വിളിക്കുന്ന പേര് വിശുദ്ധ സഹോദരന്മാരെ. നെക്സ്റ്റ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. ഇവിടെ വിശുദ്ധന്മാരെ 2 പേരിലാണ് ഇവിടെ വിളിക്കപ്പെടുന്നത്. ഒന്ന്, വിശുദ്ധ സഹോദരന്മാർ, ദ ഹോളി ബ്രദറൻ. ഹോളി ബ്രദറൻ. 2, ഹെവൻലി കോളിംഗ്, ദ പാർട്ടേക്കർ ഓഫ് ഹെവൻലി കോളിംഗ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യത്തേതുണ്ടെങ്കിൽ രണ്ടാമത്തേതുണ്ട്. വിശുദ്ധ സഹോദരന്മാരാകുന്നുവെങ്കിൽ അവർ എല്ലാവരും ഏതിന് യോഗ്യരായിരിക്കുന്നു? സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വിളി കേട്ടവരെന്നോ അവിടെ പ്രധാനമായിട്ട് പറയുന്നു. പ്രധാനമായിട്ട് നമ്മൾ 3 വിളികളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ട് 3 കോളിങ്സ്, 3 വിളി. ഒന്ന്, ഹെവൻലി കോളിംഗ്. നമ്മളത് ചിന്തിക്കുന്നതായിരിക്കും. ഹെവൻലി കോളിംഗ്, ഹീബ്രൂസ് 3:1, എബ്രായലേഖനം 3:1, എബ്രായർ 3:1, സ്വർഗീയ വിളി. രണ്ടാമത്തത് ദ ഹൈ കോളിംഗ്, പരമവിളി അല്ലെങ്കിൽ ഉന്നത വിളി.
high calling. Philippians 3:14. ഫിലിപ്പിക്ക് ലേഖനം 3:14. 3 യെസ്. ദൈവത്തിൻ്റെ പരമവിളി. അപ്പോൾ ഹൈ കോളിംഗ് മൂന്നാമത്തെ വിളി. ഹോളി കോളിംഗ് വിശുദ്ധ വിളി. ഹോളി കോളിംഗ് വിശുദ്ധ വിളി. 2 തിമോത്തിയോസ് 1:9. 2 Timothy chapter 1 verse 9. 2 തിമോത്തിയോസ് 1:9. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്. അപ്പോൾ വിശുദ്ധ സഹോദരന്മാർ എന്ന് പറയുന്നവർക്ക് പ്രധാനമായിട്ട് 3 വിളി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 1 ഒരു സ്വർഗീയ വിളി, 2 ഒരു പരമവിളി, 3 എല്ലാവരും കൂടി ചേർന്നത് പറയണം. ആദ്യത്തെ വിളി ഏതാ? സ്വർഗീയ വിളി. 2 പരമവിളി, 3 വിശുദ്ധ വിളി. അപ്പോൾ 3 വിളികളാണ്, ഒരു പ്രധാനമായിട്ട് 3 വിളികളാണ് ഒരു ദൈവപൈതലിന് ലഭിച്ചത്. വിളി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറയപ്പെടുന്ന പേര് ആദ്യത്തെ വിളി പറയുന്നു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, പിന്നീട് പറയുന്നത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. അപ്പോൾ വിളി കിട്ടിയെങ്കിലും വിളിക്കകത്തല്ല കാര്യമുള്ളത്, വിളിക്ക് കീഴ്പ്പെട്ടു എന്നുള്ളതിനകത്താണ് കാരണമുള്ളത്. അപ്പോൾ വിളി, ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, അവൻ വിളിച്ചവരെ എന്ത് ചെയ്യുന്നു? നീതീകരിക്കുന്നു. നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചവരെ എന്ത് ചെയ്യുന്നു? ഇറ്റ്സ് എ പ്രോസസ്. വിളിക്കുന്നത് ഒരു പ്രോസസ്സിന് വേണ്ടിയാണ്. അപ്പോൾ ആദ്യം നടക്കേണ്ടത് വിളിയാണ്. എന്നാൽ ആ വിളി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ വിളി കൊണ്ട് എന്തില്ല? പ്രയോജനമില്ല. ഇവിടെ പറയപ്പെടുന്നത് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാൻ. അപ്പോൾ ഈ സ്വർഗീയ വിളി ലഭിച്ചവരെ കുറിച്ച് പറയുകയാണ്. അവരാരാണെന്ന് പറയുക? അവര് ആരായിരിക്കുന്നു? വിശുദ്ധ സഹോദരന്മാർ. അപ്പോൾ അവർ വിശുദ്ധ സഹോദരന്മാരാകണമെങ്കിൽ ഇവർക്ക് ഈ സ്വർഗീയ വിളി കിട്ടിയപ്പോൾ എന്ത് ചെയ്തിരിക്കണം? സ്വർഗീയ വിളിക്ക് അനുസരണം കാണിച്ചിരിക്കണം, അഥവാ സ്വർഗീയ വിളിയെ അനുസരിച്ചിരിക്കണം. അപ്പോൾ ഇവരെല്ലാവരും ആ വിളി കേട്ടവർ മാത്രമല്ല, വിളിയെ അനുസരിച്ചവരാണ്. അപ്പോൾ വിളിയെ അനുസരിച്ച ഒരു കൂട്ടത്തോടാണോ ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുന്നത്? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു വിളി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തടക്കപ്പെട്ടിരിക്കുന്നു? ഇപ്പം ഞാനൊരു കൊച്ചുദാഹരണം പറയാം. നിങ്ങൾ ഇത്രയും പേര് ഇരിക്കുന്നതിനകത്ത് ഞാൻ 2 പേരെ വിളിച്ചെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഞാൻ എന്താ ചെയ്യുന്നേ? ആ ക്ലോസ്നെസ്, ആ ഫെലോഷിപ്പ് ഞാൻ അനുഭവിക്കണമെങ്കിൽ ഇന്ന് ഞാൻ കാണുന്നു, നിങ്ങൾക്കറിയാം, നമ്മൾ മുമ്പേ ചിന്തിച്ചു, ദൈവം മോശയോട് സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചു? നേരെ സംസാരിച്ചു. മറ്റ് പ്രവാചകന്മാരോട് ദൈവം സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചു? മറയായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർക്കൊരു കട്ടനിട്ടുകൊണ്ട് ദൈവം സംസാരിച്ചു. മോശയോട് നേരെ സംസാരിച്ചു. എന്താ ഒരു കാരണം? മറ്റുള്ളവർക്കില്ലാത്തവർക്കുന്ന പ്രത്യേകത മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മോശ തൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. അപ്പോൾ ആ വിശ്വസ്തതയാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് മനുഷ്യനെ ശ്രദ്ധിച്ചോണേ ഞാൻ പറഞ്ഞ വേർഡ്, ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് എന്നെ അടുപ്പിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ കാണിക്കുന്ന ദൈവത്തോടുള്ള എൻ്റെ വിശ്വസ്തതയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വസ്തനല്ല എങ്കിൽ ഞാനും എൻ്റെ ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ എന്ത് വന്നെന്നറിയാമോ? ഒരു സെപ്പറേഷൻ വന്നു. ദൈവത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്? ദൈവത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെടുകയാണ്. എന്നാൽ മോശയുടെ ജീവിതത്തിന്റെ പ്രത്യേകത അതായിരുന്നു. എന്നാൽ അതേ രീതിയിൽ തന്നെ നമ്മൾ മോശ പ്രാപിച്ച മഹത്വം അല്ല നമ്മൾ അനുഭവിക്കുവാൻ പോകുന്നത്. മോശ അന്നൊരല്പം പ്രാപിച്ചിട്ട് മുഖത്ത് തുണിയിട്ട് നടന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ പ്രാപിക്കുവാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ത് മഹത്വം പ്രാപിച്ചുവോ അതുപോലെ ഞാനും ആയിത്തീരും. അപ്പൊ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം, ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചത് യേശുവിൻ്റെ മഹത്വം ഞാൻ ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വേർഡ്, യേശുവിൻ്റെ മഹത്വം ഞാൻ
പ്രാപിക്കേണ്ടതിന്. അപ്പോൾ യേശുവിൻ്റെ മഹത്വം ഞാൻ പ്രാപിക്കേണ്ടതിന് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതെൻ്റെ വിശുദ്ധമായിരിക്കുന്ന ഒരു നടപ്പ് കൊണ്ട് എനിക്ക് ലഭിക്കുന്നതല്ല, പിന്നെയോ പകരം മറ്റൊന്നാ സംഭവിക്കുന്നത്. ഞാൻ എന്തായി മാറ്റപ്പെടണം? 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം, 2 Corinthians chapter 3 verse 18, 18-ാമത്തെ വാക്യം, verse 18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ, അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്, കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നു. നമ്മൾ വായിക്കുന്ന 2 Corinthians 3:18, 2 Corinthians 3:18, മലയാളം ബൈബിളിൽ 184-ാമത്തെ പേജ്, പുതിയ നിയമം. അവിടെ നമ്മൾ കാണുന്നത് കർത്താവിന്റെ തേജസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? കണ്ണാടി പോലെ പ്രതിബിംബിക്കുക. അപ്പോൾ വാസ്തവത്തിൽ യേശുവിൻ്റെ മഹത്വം പ്രാപിക്കുവാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ അവൻ്റെ മഹത്വം ഞാൻ പ്രാപിക്കുക. മഹത്വം ഇൻ അതർ സെൻസ്, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ മഹത്വത്തിൽ വേറൊരു പേര് കൊടുക്കുക, എന്താ? ഗ്ലോറി, തേജസ്. അപ്പോൾ അവൻ്റെ തേജസ് പ്രാപിക്കുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുമ്പോൾ ഞാൻ പ്രാപിക്കുന്ന തേജസ് എങ്ങനെയെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അങ്ങനെയാ പ്രാപിക്കുന്നത്? അവിടെ പറയുന്നത് കർത്താവിൻ്റെ തേജസ്സിനെ എന്ത് ചെയ്യാൻ പോവാ? കണ്ണാടി പോലെ പ്രതിബിംബിക്കുക. ദാറ്റ് മീൻസ് നമ്മളുടെ സ്വന്തമായിട്ട് ദൈവ തേജസ് കൊണ്ട് ഞാൻ മൂടപ്പെടുകയല്ല ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ എന്നിൽ കൂടെ യേശുവിൻ്റെ തേജസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുക. മനസ്സിലായി ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്? എൻ്റെ വിശുദ്ധമാരിക നടപ്പ് കണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് മധ്യാകാശം എടുക്കപ്പെടുമ്പോൾ ഞാൻ അവനോട് അനുരൂപനായിട്ടൊക്കെ മാറ്റപ്പെടുക സത്യമാ. പക്ഷെങ്കിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, അവിടെ എനിക്ക് സംഭവിക്കുവാൻ പോകുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ഒരു ക്ലിയർ ക്രിസ്റ്റലായിട്ട് ഞാൻ വെളിപ്പെടുവാൻ പോകുക. എൻ്റെ കർത്താവിൻ്റെ തേജസ്സിനെയാണോ ഞാൻ എന്ത് ചെയ്യുക? പ്രതിബിംബിക്കുക. നിങ്ങൾക്കറിയാം, രാവിലെ ബാത്റൂമിൽ ചെന്നു, ഒന്ന് ചീപ്പൊക്കെ എടുത്ത് ചെയ്യാൻ നോക്കിയപ്പം അത് ശരിയായിട്ട് ക്ലിയർ അല്ല. എന്തോ ചെയ്യും? ഒന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്യും. എന്തിനാണെന്നറിയാമോ? ആയിരിക്കുന്ന പോലെ ഒന്ന് കാണാൻ. എന്തുകൊണ്ടാണ് കാണാൻ പറ്റാഞ്ഞത്? അതിൽ അഴുക്കുണ്ട്. അപ്പോൾ സംഭവിക്കുന്ന എന്തുവാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ജീവിതം എൻ്റെ ഒരു കണ്ണാടി പോലെ ഞാൻ മാറ്റപ്പെടുകയാണ്. എൻ്റെ യേശുവിൻ്റെ തേജസ് എന്നിലേക്ക്, ഹോളി ഗാഡ് വി താങ്ക് യു, യേശുവിൻ്റെ തേജസ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ സാക്ഷാൽ വെളിച്ചമാകുന്നു. ആ വെളിച്ചമാകുന്നവൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു കണ്ണാടി പോലെ ഞാൻ എന്ത് ചെയ്യുക? അവൻ്റെ വെളിച്ചത്തെ എന്നിൽ കൂടെ പ്രതിഫലിപ്പിക്കുക. മനസ്സിലാകുന്ന ഞാൻ പറഞ്ഞു വരുന്നേ? അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മഹത്വം പ്രാപിക്കാനാണ്. പക്ഷേ മഹത്വം പ്രാപിക്കാനുള്ള വഴിയെന്ന് പറയുന്നത് ഞാൻ എന്തോ ചെയ്യുക? ഇവിടെ സംഭവിക്കുന്നത് ഒരു കണ്ണാടി പോലെ ആക്കപ്പെടുക. എന്തുവാ അതിൽ നിന്ന് മാറ്റപ്പെടേണ്ടത്? എന്തുവാ മാറ്റപ്പെടേണ്ടത്? കണ്ണാടി പോലെ വെളിപ്പെടുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? അശുദ്ധി. ഈ അശുദ്ധിയാണ് മാറ്റി 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 മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ടല്ല നമ്മളിതൊക്കെ പ്രാപിക്കുന്നത്. അതാവശ്യമാണ്. പിന്നീട് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിത വിശുദ്ധിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളാരും എങ്ങോട്ട് പോകത്തില്ല. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി ആ പിതാവേ എന്ന് വിളിക്കാനുള്ള പദവി പോലും നമുക്ക് ആർക്കും ഇല്ല. വാസ്തവത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം, നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പക്ഷപാതം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിന്ന് ധൈര്യമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചോണം, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അവൻ്റെ മഹത്വം പ്രാപിക്കുവാൻ, യേശു ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഞാനുമായി തീരുവാൻ. പക്ഷെങ്കിൽ അതുകൊണ്ട് ഞാൻ യേശു ആകത്തില്ല. ഇതാണ് എൻ്റെ വിഷയം. ഞാൻ യേശു ആകത്തില്ല. പിന്നെ യേശുവിൻ്റെ തേജസ് കണ്ണാടി പോലെ ഞാൻ പ്രതിബിംബിക്കുക മാത്രമാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞ വേർഡ്? കർത്താവിൻ്റെ തേജസ്സിനെ ഞാൻ കണ്ണാടി പോലെ പ്രതിബിംബിക്കുക. അപ്പോൾ ഇതിനു വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഇതിനു വേണ്ടി ദൈവം ചെയ്തത് എന്നെ ഒന്ന് വിളിച്ചു.
ആ വിളി കേട്ടവരെല്ലാം കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടോ. വാസ്തവത്തിൽ ആ മഹത്വം ഒന്ന് കണ്ടേച്ച് ഞാൻ പ്രാപിക്കാൻ പോകുന്ന മഹത്വം ഇതാണ്. ഏതാണെന്നറിയാമോ? കർത്താവായ യേശുവിൻ്റെ മഹത്വം. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് പൂർണ്ണമായിട്ട് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഒരല്പമെങ്കിലും മനസ്സിലാക്കാൻ ദൈവം നമ്മളോട് കരുണ കാണിച്ചു. എപ്പോഴാണെന്നറിയാമോ? യേശു മറുരൂപമലയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ. എന്തുവാ യേശു ചെയ്തതെന്നറിയാമോ? യേശു ആരാണ്? എങ്ങനെയാണ് ദൈവരാജ്യം കടന്നു വരുന്നത്? ദൈവരാജ്യത്തിലൊരു പ്രജ എങ്ങനെയാണ് വെളിപ്പെടുവാൻ പോകുന്നത്? അത് അരുമരക്ഷിതാവായ യേശു മറുരൂപമലയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ കാണിക്കുകയായിരുന്നു. അവൻ്റെ വസ്ത്രം മുഴുവൻ വെള്ള പോലെയായിത്തീർന്നു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അതാണ് യേശു പ്രാപിച്ച മഹത്വം. നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ഒരംശം. കാരണം നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി അങ്ങ് ചെന്നേ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ പൂർണ്ണമായിട്ട്. അവിടെ ചെന്നാലും എത്ര കാലം കഴിഞ്ഞേ മനസ്സിലാക്കത്തുള്ളൂ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതുവരെ നമുക്കറിയാൻ വയ്യാത്ത കർത്താവിൻ്റെ പേരുകൾ ഇനിയും നമ്മൾ അവിടെ പോയി പഠിക്കാൻ പോവുക. ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇതുവരെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് ആകെ അറിയാൻ 2 കൈയടിക്കാനും അറിയാം, സ്തോത്രം പറയാനും അറിയാം. ഇതിനകത്ത് കിടന്ന് നമ്മളിങ്ങനെ കറങ്ങി കിടക്കുക അകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങൾ. പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ വിഷയം എന്ന് പറയുന്നത് അവൻ്റെ ആ മഹിമയുടെ ഒരംശം മാത്രം നമ്മളെ കാണിച്ചിട്ട് ആ മഹിമയുടെ അംശം ഇത്രമാത്രം ഗ്രേറ്റ് ആണെങ്കിൽ അതിൻ്റെ പൂർണ്ണത എത്ര വലുതായിരിക്കും. ആ പൂർണ്ണതയെ മുൻപിൽ കാണണ്ട. ഈ ഭാഗീയമായതിനെ മുൻപിൽ കണ്ടുകൊണ്ട് കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറയാമോ? ശക്തിയോടെ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വത്തെ അതാണ് ഞാൻ പ്രാപിക്കുവാൻ പോകുന്നത്. അതിലേക്കാണ് ദൈവം എന്നെ കൊണ്ടുവരുന്നത്. അതിനാണ് ദൈവം എന്നെ വിളിച്ചത്. ഈ ലോകത്തിൽ അനേകർ ഉണ്ടായിരുന്നിട്ട് അതിൻ്റെ നടുവിൽ ദൈവം എന്നെ വിളിച്ചത് ഈ വലിയ പദവി പ്രാപിക്കാനാണ്. കുടുംബത്തിൽ അനേകരുണ്ടായിരുന്നിട്ടും അതിൻ്റെ നടുവിൽ നിന്ന് വിളിച്ചത് ഈ പദവി പ്രാപിക്കാനാ. സഭയിൽ അനേകരുണ്ടായിരുന്നിട്ടും ദൈവം നിന്റെ കണ്ണ് തുറന്നു തന്നത് ഈ മഹത്വം പ്രാപിക്കാനാ. മറ്റ് ഓഫീസിൽ ഒത്തിരി പേരുണ്ടായിരുന്നു, യോഗ്യതകളിൽ പലരുണ്ട്. എന്നാൽ അവരുടെ ഒക്കെ കണ്ണടച്ചു വെച്ചിരിക്കുമ്പോൾ നിന്റെ കണ്ണ് തുറന്നു തന്നത് ഈ മഹത്വം പ്രാപിക്കാനാ. ദൈവത്തിൻ്റെ മക്കളെ മറന്നു കളയരുത്. മനുഷ്യൻ ലോകത്തിലെ ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട് ദോഷന്മാർക്ക് വെളിപ്പെടുത്തുമായിരിക്കും ദൈവത്തിൻ്റെ പ്രവർത്തിക്കാർ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിളി കണ്ടവൻ, ഇത് കാണുവാൻ ആഗ്രഹിക്കുന്നവൻ, ഇത് കണ്ട ഒരാൾ പോലും പിന്നോട്ട് പോകത്തില്ല. അവർ മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. എന്താ ഇവിടുത്തെ വിഷയം? കർത്താവ് വിളിച്ചു. എങ്ങനെ വിളിച്ചു? ഹെവൻലി കോളിംഗ്, സ്വർഗീയ വിളി. എന്താണ് സ്വർഗീയ വിളി എന്ന് പറയുന്നത്? സ്വർഗീയ വിളിയുടെ കാരണം ഹെവൻലി കോളിംഗ്. നോട്ട് ചെയ്താട്ട്, ഹെവൻലി കോളിംഗ്. ഹെവൻലി കോളിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഇറ്റ്സ് ഗാഡ്സ് കോളിംഗ്, സ്വർഗത്തിനുള്ള വിളി. കോൾ ഫ്രം ഹെവൻ, ഹെവൻലി കോളിംഗ്, അതിൻ്റെ അർത്ഥമാണ് നമ്മൾ പഠിക്കുന്നത്. ആ വിളിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇത് ഭൂമിയിൽ നിന്നുള്ള വിളിയൊന്നുമല്ല. ഇത് എവിടെ നിന്നുള്ള വിളിയാ? ഹെവൻലി കോളിംഗ്. അതിൻ്റെ നെക്സ്റ്റ് പ്രാധാന്യത, ഇറ്റ്സ് ലീഡ്സ് ടു ഹെവൻ. ഈ സ്വർഗീയ വിളിയുടെ പ്രത്യേകത, ആ വിളി സ്വർഗത്തിൽ നിന്ന് കിട്ടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് പേര് കൊടുത്തത് സ്വർഗീയ വിളി എന്ന് പേര് കൊടുത്തേ. അപ്പോൾ വിളി കിട്ടിയത് സ്വർഗത്തിൽ നിന്ന്, വിളി കൊണ്ട് നയിക്കുന്നത് സ്വർഗത്തിലേക്ക്. ഈ ഭൂമിയിൽ നമ്മളെ നിർത്തിയിരിക്കുമ്പോഴാണ് ആ വിളി നമുക്ക് കിട്ടിയിരിക്കുന്നത്. വിളി കിട്ടിയത് സ്വർഗത്തിൽ നിന്ന്, നമ്മളെ നയിക്കുന്നത് സ്വർഗത്തിലേക്ക്. പക്ഷെങ്കിൽ ഈ വിളി കിട്ടിയിരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിളി കൊണ്ട് നമുക്ക് ലഭിച്ച ഒന്നാമത്തെ ഗുണം ഫിലിപ്പിയൻസ് 3:20. ഫിലിപ്പിയൻസ് 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. ഒരു ഹെവൻലി കോളിംഗ് കിട്ടിയതുകൊണ്ട് അത് നമ്മളെ ഹെവനിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ അതുകൊണ്ട് ആ വിളി കിട്ടിയത് കൊണ്ട് നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കുന്നു? ഹെവൻലി സിറ്റിസൺഷിപ്പ്. നമ്മൾ സ്വർഗീയ പൗരന്മാരായി മാറ്റപ്പെട്ടു. ജോൺ 14:2, യോഹന്നാൻ 14:2. പെട്ടെന്ന്
ആ ആ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. നമുക്കുള്ള സ്ഥലം ഇൻ ഹെവൻ. അപ്പോൾ എന്താ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? സ്വർഗീയ വിളി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമുക്ക് ലഭിച്ചൊരു വിളിയാണ്. ആ വിളി നമ്മളെ എങ്ങോട്ട് നടത്തുന്നു? സ്വർഗത്തിലേക്ക് നടത്തുന്നു. രണ്ടാമത്തെ വിളി ഹോളി കോളിംഗ്, വിശുദ്ധ വിളി. ഹോളി കോളിംഗ് ആരോടാണ് ആ വിശുദ്ധ വിളിയെക്കുറിച്ച് പറയുന്നത്? നമുക്കറിയാം. 2 തിമോത്തി chapter 1 verse 4, 4-ാമത്തെ വാക്യം. ആ ആ നിന്റെ നിർവ്യാജ വിശ്വാസം. തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, നിനക്ക് അൺഫൈൻഡ് ഫെയ്ത്ത്, നിർവ്യാജ വിശ്വാസത്തിന് ഉടമയാണ് നീ. 2 അവൻ്റെ യോഗ്യത. 7 തിമോത്തിയോസിനോട് പറയുന്നു, നിനക്ക് ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നിന്നോടുകൂടെ ഉണ്ട്. ഏതൊക്കെ ആത്മാവിൻ്റെ പ്രവർത്തനം? ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ്. എന്നിട്ട് പറയുകയാണ്, താഴെ വായിച്ചാട്ട വാക്യം. ആ ആ ആ ആ ആ അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ വിളി എന്തുമായിട്ടുള്ള ബന്ധത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ വിശുദ്ധ വിളിയുടെ ഒരു പ്രത്യേകത, ടു സെറ്റ് അപ്പാർട്ട്. അതിനെക്കുറിച്ച് പറയുന്നു, നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. അപ്പോൾ ഇതിനകത്തൊരു പ്രവൃത്തിയല്ല വേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു സെറ്റ് അപ്പാർട്ട്. 3-ാമത്തെ വിളി ഹൈ കോളിംഗ്, പരമവിളി. ഫിലിപ്പീൻസ് 3:14 ആ പിൻപിലുള്ളത് മറന്ന് ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി. അപ്പോൾ ദൈവത്തിൻ്റെ പരമവിളി, ഹൈ കോളിംഗ് ഓഫ് ഗാഡ്. ഈ ഹൈ കോളിംഗ് ഓഫ് ഗാഡിൽ എന്തുണ്ട്? റിവാർഡ്, പ്രതിഫലം. പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പ്രതിഫലത്തിനോ എന്ത് ഉണ്ട്? ഒരു എഫേർട്ട് ആവശ്യമാണ്. 2 കാര്യം ചെയ്യണം. 1, എന്ത് ചെയ്യണം? പിൻപിലുള്ളത് മറക്കണം. ഫോർഗെറ്റ് ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിൻ്റെ വിജയമൊക്കെ മറക്കണം. കഴിഞ്ഞ കാലത്തിൻ്റെ പരാജയങ്ങൾ നമ്മൾ മറക്കണം. ഇത് മറന്നുകൊണ്ട്, ഇത് ഓർത്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റത്തില്ല? മുൻപോട്ട് ഓടുവാൻ പറ്റത്തില്ല. അപ്പോൾ പിൻപിലുള്ളത് മറക്കണം. 2, മുൻപുള്ളതിന് വേണ്ടി ആഞ്ഞു പോകണം. ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഫ്രണ്ട്. മുൻപിലുള്ളതിന് ആയണം. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? പരമവിളിയുടെ റിവാർഡ്സ്. അപ്പം എന്തുണ്ട് അതിനകത്ത്? ഒരു പരമവിളിക്ക് എന്തുണ്ട്? ഒരു റിവാർഡ്സ് ഉണ്ട്. ഒരു ഹൈ കോളിങ്ങിൽ എന്തുണ്ട്? അതിന് സെപ്പറേഷൻ ഉണ്ട്. ഒരു ഹെവൻലി കോളിങ്ങിന് എന്തുണ്ട്? ഹെവൻലി കോളിംഗ് നമ്മൾ കണ്ടത് ദൈവത്തിൽ വിളി കേട്ട് നമ്മളെ എങ്ങോട്ട് നടത്തുന്നു? സ്വർഗത്തിലേക്ക് നടത്തുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.